പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ളവരും അനുഗ്രഹിക്കപ്പെട്ടവരുമേ, അനുഗ്രഹീതമായ ക്രിസ്മസ് നാളിൽ ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുവാൻ നമുക്ക് അല്പസമയം മാറ്റിവെക്കാം. നിങ്ങൾ ഏതൊരവസരത്തിലാണോ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്നത്, കർത്താവിന്റെ തിരുനാമത്തിൽ, കർത്താവിന്റെ നാമത്തിൽ, കർത്താവിന്റെ സ്നേഹത്തെ മുൻനിർത്തിക്കൊണ്ടാണ് നാം ഓരോരുത്തരും ഇരിക്കുന്നതെന്നുള്ള ബോധ്യത്തോടെ നമുക്ക് ചേർന്ന് ചിന്തിച്ച് പ്രാർത്ഥിച്ച് ദൈവാതിരുസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. തീർച്ചയായിട്ടും ദൈവം നമ്മെ സ്പർശിക്കുന്ന ഒരു ദിനമാണ്. ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. പ്രിയപ്പെട്ടവരെ, എല്ലാവരെയും ഇന്നത്തെ പ്രാർത്ഥനയിലേക്ക് യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സ്തുതിയുള്ള ദൈവത്തിന്റെ തിരുനാമത്തിലേക്ക് സ്തുതി. നമ്മുടെ മേൽ തന്റെ കരുണയും മനോഗുണവും നീക്കുണ്ടായിരിക്കട്ടെ. ആമേൻ. ആകാശവും ഭൂമിയും നിന്റെ സ്തുതികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനേരങ്ങൾ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുന്നവനും ആയവൻ വാഴ്ത്തപ്പെട്ടവനാകുന്ന ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി അടിയങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. ഇഷ്ടാവേ, നിനക്ക് സ്തുതി. പാപികളായ അടിയാരോട് കരുണ ചെയ്യുന്ന മിശിഹാ രാജാവേ, നിനക്ക് സ്തുതി. ബാർക്കുമോ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നീക്ക് നിനക്കുള്ളതാവുന്നു. ആമേൻ. കൃപ നിറഞ്ഞു മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ദൈവമാതാവായ വിശുദ്ധ കന്യക മർത്തമറിയമേ, തമ്പുരാനെ പറ്റി അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ. കരുണയുള്ള ഞങ്ങളുടെ കർത്താവും ദൈവമായവനെ, അങ്ങയുടെ തിരുസന്നിധിയിൽ പൂർണ്ണമായി ഞങ്ങൾ സമർപ്പിക്കുന്നു. ലോകം മുഴുവനും അനേക ആളുകൾ കർത്താവിന്റെ ജനനത്തെ ആഘോഷിക്കുമ്പോൾ, പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ, ഞങ്ങളും കർത്താവിന്റെ തിരുസന്നിധിയിൽ ഏറെ വിനയത്തോടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ തിരുരക്തം കൊണ്ട് ഞങ്ങളെ ശിരസ് മുതൽ പാദം വരെയും കഴുകണമേ. രക്ഷയുടെ ഉന്നതമായ അവസ്ഥയിലേക്ക് ഞങ്ങളെ ചേർത്ത് പിടിച്ച് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പാപങ്ങളും തെറ്റുകളും ഞങ്ങളുടെ ശരീരത്തിലുള്ള രോഗാത്മാക്കളും ദുരാത്മാക്കളും എല്ലാം യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. കർത്താവിന്റെ വലിയ നാമത്തിൽ സൗഖ്യത്തെ സ്വീകരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. അനന്തമായ കൃപയ്ക്ക് ഞങ്ങളെ ഓഹരിക്കാരാക്കി തീർക്കണമേ. തിരുവചനം ഞങ്ങളുടെ ഉള്ളങ്ങളിൽ അങ്ങ് എഴുതണമേ. ജ്ഞാനമുള്ളവരായി എഴുന്നേൽപ്പാൻ കൃപയേകണമേ. കൂടി വന്നിരിക്കുന്ന പ്രാർത്ഥിക്കുന്ന സകല ജനത്തിന്റെ മേലും ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിക്കുവാൻ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കുള്ളതിനെ മുഴുവനായി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ യേശുവിന്റെ രക്തത്തിൽ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ആത്മീയ ജീവിതം ഏറ്റവും ഉന്നതമാകുവാൻ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങ് ഞങ്ങളിൽ വന്ന് നിറയണമേ. ലോകത്തിന്റെ അധിപതിയായ പിശാചിൽ ഞങ്ങളെ രക്ഷിച്ചു നിർത്തുന്നതിനും പരിപാലിക്കുന്നതിനും നന്ദി പറയുന്നു. കർത്താവ് ജീവൻ നൽകുന്നതിനായി നന്ദി പറയുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിന് ആമീൻ. കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ളവരും പ്രിയപ്പെട്ടവരുമേ, വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം
8-ാമത്തെ വാക്യം മുതൽ താഴോട്ട് ചേർന്ന് വായിക്കാം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 8-ാമത്തെ തിരുവചനം മുതൽ താഴോട്ടുള്ള ഭാഗങ്ങൾ ചേർന്ന് വായിക്കാം. അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. അപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്ന് കർത്താവിന്റെ തേജസ് അവരെ ചുറ്റിമിന്നി. അവർ ഭയപരവശരായി തീർന്നു. ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളമോ ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണുമെന്ന് പറഞ്ഞു. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരായ ദൈവമക്കളെ, അഠിടയന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്ന ദൈവിക സാന്നിധ്യമാണ് ഇവിടെ നാം വായിച്ച് കേട്ടത്. ക്രിസ്മസിന്റെ സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ അത് മഹാസന്തോഷം എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, മഹാസന്തോഷം എന്നുള്ളതാണ് ക്രിസ്മസിന്റെ വലിയ സന്ദേശം. എന്തുകൊണ്ടാണ് സന്തോഷത്തിന് കാരണമാകുന്നത്? മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി ജനിച്ച കർത്താവിന്റെ ജനനമാണ് സന്തോഷത്തിന് കാരണമായി തീരുന്നത്. മഹാസന്തോഷം എന്ന് പറയുന്നത്, അതായത് മറ്റൊരു മേഖലയ്ക്കും പകരം വെക്കാൻ കഴിയാത്തതുപോലെയുള്ള ഒരു വലിയ സന്തോഷമാണ് യേശുവിന്റെ ജനനം സർവ്വജനത്തിനും കൊടുക്കാൻ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, മനുഷ്യ ജീവിതം അനുഭവിച്ചതായ എല്ലാ പ്രതിസന്ധികളും എല്ലാ ബുദ്ധിമുട്ടുകളും അതിനെല്ലാം നീക്കം വരുത്തിക്കൊണ്ടായിരുന്നു യേശുക്രിസ്തുവിന്റെ ജനനം എന്ന് പറയുന്നത്. നാം ഇന്ന് 2025 ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നാം ചിന്തിക്കേണ്ടത്, ആ സന്തോഷത്തിന്റെ ഭാഗമായി തീരുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, ദൂതന്മാർ പാടി ദൈവത്തെ സ്തുതിച്ചപ്പോൾ, ദൈവത്തെ മഹത്വപ്പെടുത്തിയപ്പോൾ അവിടെ ചേർത്ത് പറയുന്ന ഒരു വാക്കുണ്ട്. ദൈവത്തിന്റെ മഹത്വത്തിലേക്ക്, അല്ലെങ്കിൽ ദൈവത്തെ സ്തുതിക്കുന്ന സ്വർഗീയ വൃന്ദത്തിലേക്ക്, ഈ മഹാസന്തോഷത്തിലേക്ക്, സമാധാനത്തിലേക്ക് ആർക്കാണ് പ്രവേശിക്കാൻ കഴിയുന്നതെന്ന്? ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്കാണ് സംയോജിക്കാൻ കഴിയുന്നത്. യേശുവിന്റെ ജനനം മഹാസന്തോഷമാണെന്ന് പറയുമ്പോൾ, യേശുവിന്റെ ജനനം പ്രതീക്ഷയും പ്രത്യാശയും രക്ഷയുമാണെന്ന് പറയുമ്പോൾ, അതിന്റെ പൂർത്തീകരിക്കപ്പെട്ട ഭാവം ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്നത് ആ വ്യക്തി ദൈവപ്രസാദമുള്ളവനായി മാറുമ്പോഴാണ്. ദൈവപ്രസാദമുള്ളവനായി എങ്ങനെ നമുക്ക് മാറാനായിട്ട് കഴിയും? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു മുഖമുണ്ട് എങ്കിൽ, ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു സ്വഭാവമുണ്ടെങ്കിൽ നാം ദൈവപ്രസാദമുള്ളവരായി മാറുകയാണ്. നമുക്കറിയാം, നാം രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്യുന്നു, വൈകുന്നേരം വീട്ടിൽ വന്ന് കിടന്നുറങ്ങുന്നു. അങ്ങനെ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ ഓർത്തുകൊള്ളുക, ഈ കാലയളവിൽ നാം എത്രത്തോളം ദൈവിക ചിന്തയിൽ ഇരിക്കാറുണ്ട്. അതിന് ശ്ലീഹ പറഞ്ഞത് പഠിപ്പിക്കുന്ന ഒരു ചിന്തയുണ്ട്. നിങ്ങൾ ഏത് പ്രവൃത്തി ചെയ്താലും, എന്ത് വാക്ക് പറഞ്ഞാലും, എന്ത് ചെയ്താലും ക്രിസ്തുവിന് വേണ്ടി ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ദൈവപ്രസാദം ലഭിക്കുകയാണ്. നാം ജോലി ചെയ്യുമ്പോൾ, വഴിയാത്രയിലാകുമ്പോൾ, ഓരോ പ്രവൃത്തികളിലും ഏർപ്പെടുമ്പോൾ ക്രിസ്തുവിന് വേണ്ടി ചെയ്യുക. ക്രിസ്തുവിന് വേണ്ടി ചെയ്യുമ്പോൾ ദൈവപ്രസാദം ഉണ്ടാകുന്നു. ദൈവത്തിന് ഇഷ്ടം താൻ അയച്ചവനിൽ വിശ്വസിക്കുന്നതാണ്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് യേശുവിൽ വിശ്വസിച്ച് സ്വർഗത്തോട് ബന്ധപ്പെടുന്നതാണ് സ്വർഗസ്ഥനായ ദൈവത്തിന് ഏറെ ഇഷ്ടം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് കർത്താവിനെ എപ്പോഴും ആഗ്രഹിക്കുകയും കർത്താവിനെ ഫോളോ ചെയ്യാനായി, കർത്താവിനെ അനുസരിക്കാനായി തീരുമാനമെടുക്കുന്ന ജീവിതങ്ങളെ കുറിച്ച് സ്വർഗത്തിൽ വലിയ സന്തോഷമാണ്. ദൈവപ്രസാദമുള്ളവരായി മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തില് നാം ആയിരിക്കുന്ന ഓരോ മേഖലകളിലും നമുക്ക് അപ്രകാരം ഒരു ജീവിത ശൈലി കൊണ്ടുവരാൻ കഴിയണമെങ്കിൽ തീർച്ചയായും നമുക്കൊരു അഭിഷേകം ആവശ്യമാണ്. ആ അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിക്കുക. ദൈവികമായ കരസ്പർശനം, പരിശുദ്ധാത്മാവിന്റെ വലിയ നിറവ് അതൊരു വ്യക്തിയിൽ വരുമ്പോഴാണ് അവൻ ദൈവപ്രസാദമുള്ളവനായി മാറുന്നത്. അവന് പിന്നെ ദൈവത്തെ വിട്ടുപിരിഞ്ഞ് ഒന്നും ചെയ്യാൻ പറ്റാത്തതുപോലെ ആകുകയാണ്. നമുക്കറിയാം, പഴയ നിയമത്തിലേക്ക് ചൊല്ലുമ്പോൾ രൂത്ത് തന്റെ അമ്മാവിയമ്മയായ നവോമിയോട് പറയുന്ന വാക്ക് ലോകപ്രസിദ്ധമാണ്. നവോമിയോട് പറയാണ്, ഞാൻ നിന്നെ വിട്ടുമാറില്ല, നിന്റെ ദൈവമാണ് എന്റെ ദൈവം.
ഈ മനോഭാവമുള്ള വ്യക്തിത്വങ്ങളെയാണ് ദൈവപ്രസാദത്തിന് വിധേയപ്പെടാനായിട്ട് ഒരുങ്ങുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒറ്റ വാക്കിൽ അതിനെ ഒന്ന് വ്യാഖ്യാനിച്ച് ചേർത്ത് വെച്ചാൽ, ദൈവത്തോട് ചേർന്നിരിപ്പാൻ എനിക്കും നിങ്ങൾക്കും ഒരാഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ദൈവപ്രസാദമുള്ളവരായി മാറുകയാണ്. അങ്ങനെയുള്ള എനിക്കും നിങ്ങൾക്കുമാണ് യേശുവിന്റെ ജനനത്തിന്റെ മഹാസന്തോഷം ജീവിതത്തിന്റെ ഓരോ ഏടുകളിലും ചേർത്ത് വെച്ച് ചിന്തിക്കാനും ജീവിക്കുവാനും കഴിയുന്നത്. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം പറയുന്നുണ്ട്, ദൈവത്തോട് അടുത്ത് ചെല്ലുക. അതിനെക്കുറിച്ചാണ് ആദ്യം പറഞ്ഞത്, ദൈവത്തോട് ചേർന്നിരിക്കുക. ദൈവത്തോട് അടുത്ത് വരുമ്പോൾ ദൈവം നമ്മുടെ അടുത്ത് വരുന്നു. ദൈവപ്രസാദമാണ്. ദൈവം നമ്മോട് അടുത്ത് വരുന്നു. പ്രിയപ്പെട്ടവരെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം പറയുന്നു, ദൈവം അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിക്കുക. പ്രിയപ്പെട്ടവരെ, നാം അങ്ങനെ ചെയ്യുമ്പോൾ ദൈവപ്രസാദം ലഭിക്കുകയാണ്. കാത്തിരുന്ന് പ്രാർത്ഥിക്കുക എന്നൊരു പ്രയോഗം കൂടിയുണ്ടല്ലോ. തീർച്ചയായും നാം ദൈവ സാന്നിധ്യത്തിനു വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴും സംഭവിക്കുന്നത് മറ്റൊന്നുമല്ല, ദൈവപ്രസാദം ലഭിക്കുകയാണ്. ദൈവത്തിന് സ്തുതി, കർത്താവിന് മഹത്വം. പ്രിയപ്പെട്ടവരെ, എത്രത്തോളം നാം ദൈവത്തോട് ചേർന്നിരിക്കുന്നുവോ അത്രത്തോളം ദൈവം നമുക്ക് അനുകൂലമായി ദൈവം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. പിന്നെ പ്രതികൂല സാഹചര്യങ്ങൾ നമ്മെ വേദനിപ്പിക്കാവുന്ന ഒരു മുൾമനെ ആകുന്നില്ല. അതുകൊണ്ടാണ് മഹാസന്തോഷം കൊണ്ട് നാം നിറഞ്ഞ് ജീവിക്കുവാൻ ഇടവരുന്നത്. അതുകൊണ്ട് ക്രിസ്മസ് എന്ന് പറയുന്നത് ദുഃഖിച്ചിരിക്കുന്നവർക്ക് സന്തോഷം കൊടുക്കുന്ന, സന്ദേശം പകരുന്ന ഒരു പെരുന്നാൾ കൂടിയാണ്. ലോകത്തിൽ അല്ലെങ്കിൽ ഇന്ന് ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ജീവിതത്തിന്റെ ഭാരത്തിന് നടുവിൽ ഒരുപാട് സങ്കടത്തോടും നൊമ്പരത്തോടും നിരാശയോടും കൂടെ കഴിയുന്നവരാണെങ്കിൽ, രോഗം തളർത്തിയവരും ഫിനാൻഷ്യൽ ക്രൈസിസ് തകർത്തവരും ഒരുപാട് വേദനയുടെ മധ്യേ ആയിരിക്കുന്നവരാണെങ്കിൽ ചേർത്ത് ചിന്തിച്ചു കൊള്ളുക. കർത്താവിന്റെ മഹാസന്തോഷത്തിന് വേണ്ടി ആഗ്രഹിക്കൂ. ക്രിസ്മസ് നിങ്ങൾക്ക് ഒരു പുതിയ അനുഭവമായിരിക്കും. ഹല്ലേലൂയ! നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ മഹത്വം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ക്രിസ്മസ് എന്ന് പറയുന്നത് ആ മഹാസന്തോഷത്തെ സ്വീകരിച്ചുകൊണ്ട് സ്വർഗീയ ദൂതന്മാരോടും സ്വർഗീയ സൈന്യങ്ങളോടും ബന്ധമുള്ളവരായി മാറുന്നതാണ്. എങ്ങനെയാണ്? ദൈവം നമുക്ക് മഹാസന്തോഷം തരുമ്പോൾ നാം ദൈവത്തോട് നന്ദിയുള്ളവരായി മാറുകയാണ്. ദൈവത്തെ സ്തുതിക്കുവാൻ നാം എന്നും തൽപരരായി മാറുകയാണ്. അങ്ങനെ ദൈവത്തെ സ്തുതിക്കുവാൻ ഞാൻ നിങ്ങളും തയ്യാറാകുമ്പോൾ, നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത്, പ്രിയപ്പെട്ടവരെ, സ്വർഗീയ ദൂതന്മാരുമായി നമുക്കൊരു ബന്ധം വരികയാണ്. മനുഷ്യൻ ഭൂമിയിൽ ക്രിസ്മസിനെ സ്വീകരിച്ച് യേശു ക്രിസ്തുവിന്റെ സന്തോഷത്തെ ജീവിതത്തിൽ സ്വീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവർ നന്ദിയുള്ളവരായി മാറുകയാണ്. ദൈവത്തോട് അവർ എപ്പോഴും നന്ദി പറയും. നന്ദി പറയാൻ അവർ കൂടുന്നതാണ് ആരാധന മധ്യ നന്ദി പറയുമ്പോൾ ദൈവത്തോട് നന്ദി പറയുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നത് മാലാഖമാരുടെയും വിശുദ്ധരുടെയും ദൂതന്മാരുടെയും സ്വഭാവമാകുമ്പോൾ, നാം നന്ദി പറയുമ്പോഴും സ്തുതിക്കുമ്പോഴും നമുക്കൊരു സ്വർഗീയ ബന്ധം സ്ഥാപിതമായി കിട്ടുകയാണ്. ആ സ്വർഗീയ ബന്ധത്തിന് നടുവിൽ നിന്നുകൊണ്ടാണ് പ്രിയപ്പെട്ടവരായ ദൈവമക്കളെ, ഞാനും നിങ്ങളും നമ്മൾ ഓരോരുത്തരും സ്വർഗീയ കൂട്ടത്തോട് ബന്ധപ്പെട്ടവരായി മാറുന്നു എന്ന് പറയുന്നത്. അതുകൊണ്ട് ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർ ഓരോരുത്തരും ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ ക്രിസ്തുവിന്റെ സന്തോഷം അവരിൽ നിറയുകയാണ്. അങ്ങനെ നിറയുന്ന സന്തോഷ നിമിത്തമായി ഒരു സ്വർഗീയ ബന്ധങ്ങളുള്ള വ്യക്തിത്വങ്ങളായി മാറുകയാണ്. സ്വർഗീയ ബന്ധമുള്ള വ്യക്തിത്വങ്ങളാണെങ്കിൽ സദാ അവരെ കാവൽ ചെയ്യുന്ന ഗാർഡിയൻ ഏഞ്ചൽസ് ഉണ്ടാകും, സ്വർഗത്തിലെ മാലാഖന്മാരുണ്ടാകും, ദൈവത്തിന്റെ ദൂതന്മാരുണ്ടാകും, ഗൈഡൻസ് കൊടുക്കുന്ന ഹോളി സ്പിരിറ്റിന്റെ ഓരോ നിർദ്ദേശങ്ങളുണ്ടാകും. പ്രിയപ്പെട്ടവരെ, എന്തിനേറെ പറയുന്നു, വ്യത്യാസപ്പെട്ട സുന്ദരമായ ഒരു ജീവിതത്തിനുടമയായിരിക്കും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുള്ള ദൈവകൃപയുള്ള ആളുകൾ ഓരോരുത്തരുമെന്ന് ഞാൻ നിങ്ങളും ഓർത്തുകൊള്ളുക. ദൈവത്തെ നമുക്ക് കൊടാനുകോടി സ്തുതിയും സ്തോത്രവും പറഞ്ഞ് ആരാധിക്കാം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം, കർത്താവേ, നീ നൽകിയിരിക്കുന്ന സ്വർഗീയ സമാധാനവും സന്തോഷവും ഞങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്മസിൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഇതൊരു വാസ്തവമായ കാര്യമായിരിക്കവേ ഭാരത്തോടും നിരാശയോടും സങ്കടത്തോടും കൂടി ഇരിക്കുന്നവർ മുട്ടിപ്പായ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞ് പ്രാർത്ഥിക്കുക, കർത്താവേ, ഈ ക്രിസ്മസ് എന്റെ ജീവിത ദുഃഖത്തിന് അടിവരയിട്ട് ഇനിയില്ല എന്ന് പറയുന്നതായി മാറണമേ. മിസ്രൈമിൽ നിന്ന് പോന്ന ഇസ്രായേൽ ജനത്തെ പിടിക്കുവാനും തകർക്കുവാനുമായി പിറകെ വരുന്ന മിസ്രൈം സൈന്യത്തെ കണ്ട് ഭയത്തോടുകൂടെ അവർ മുന്നോട്ട് പോയി. ചെങ്കടൽ കടക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അവർ പറയുന്നൊരു വാക്കുണ്ട്, അല്ലെങ്കിൽ ദൈവം അവരോട് പറയുന്നൊരു വാക്കുണ്ട്, ഇന്ന്
കണ്ട മിസ്രൈമിനെ ഇനി കാണുകയില്ല. പറഞ്ഞേലൂരെ ഹല്ലേലൂയ. ഇന്ന് കണ്ട മിസ്രൈമിനെ ഇനി കാണുകയില്ല. ക്രിസ്മസ് നമുക്ക് തരുന്ന സന്ദേശം അതാകട്ടെ. കർത്താവിന്റെ സന്തോഷം നിറയുന്ന പെരുന്നാളാണ് ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ദുഃഖത്തോടും ഭാരത്തോടും വേദനയോടും സങ്കടത്തോടും കൂടെ ക്രിസ്മസിനെ സ്വീകരിക്കുന്ന വ്യക്തിത്വങ്ങളെ, ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന വേദനകൾ, ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന സങ്കടങ്ങൾ ഇനി കാണുകയില്ല, അതിന് മാറ്റം വരുന്നു എന്നുള്ള ഒരു ദൂത് ക്രിസ്മസിൽ നിന്ന് ലഭിക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ കൃപ നമ്മോടുകൂടെ ഉണ്ടാകട്ടെ. പഴയ നിയമത്തിലേക്ക് ചെല്ലുമ്പോൾ ഹാനോക്ക്, അതുപോലെ തന്നെ ഏലിയാവ്, എലീശ, ഇവരെല്ലാം ദൈവത്തോട് ഏറ്റവും കൂടുതൽ പറ്റി നിന്നു. ദൈവത്തിന്റെ ശബ്ദം കേട്ട് ഇറങ്ങി വന്ന അബ്രഹാം പിതാവ്, പാപത്തിന്റെ മുമ്പിൽ നിന്നും പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടു പോകുന്ന യോസേഫ്, ദൈവത്തിന് വേണ്ടി നിലകൊണ്ട ദാനിയേലും കൂട്ടുകാരും സകലരും ദൈവത്തെ പ്രതി വില കൊടുത്തു നിന്നപ്പോൾ അവരെല്ലാം ക്രിസ്തുവിന്റെ സന്തോഷത്തെ നിഴലായി അനുഭവിച്ചുവെങ്കിൽ 2025 ഇന്നിരിക്കുന്ന ദൈവജനമേ, നാം ക്രിസ്തുവിന്റെ സന്തോഷത്തെ ഏറ്റവും അധികമായി സ്വീകരിക്കുന്നവനായി മാറുകയാണ്. ദൈവത്തിന് സ്തുതി, കർത്താവിന് മഹത്വം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ജീവിതം ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നമ്മുടെ ജീവിതം ഒരു വലിയ സാക്ഷ്യത്തിനുകൂടെ ഇടവരുത്തുകയാണ്. ഹല്ലേലൂയ. എന്താണ് ക്രിസ്മസ് നമ്മോട് പറയുന്ന? സന്തോഷമാണെന്ന് പറഞ്ഞു. നോക്കുക, ഇവിടെ ദൂതന്മാരോട് പറയുന്ന, അല്ലെങ്കിൽ ഇവിടെ അട്ടിടയന്മാരോട് പറയുന്ന ഒരു വാക്കുണ്ട്. ശീല ചുറ്റിയ ഒരു കുഞ്ഞ് പശുത്തൊട്ടിയിൽ കിടക്കുന്ന നിങ്ങൾ കാണുമെന്ന് പറഞ്ഞ് അവരോട് ദൂത് പറയുകയാണ്, അവരോട് ആലോചന പറയുകയാണ്. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരെ, ഓർത്തുകൊള്ളുക, നാം ഓരോ ദിവസവും ദേവാലയത്തിൽ അല്ലെങ്കിൽ പ്രാർത്ഥനായോഗത്തിലൊക്കെ ഇരിക്കുമ്പോൾ പ്രിയപ്പെട്ടവർ, ഓരോ കുരിശും കാണുമ്പോൾ, അല്ലെങ്കിൽ കർത്താവിന്റെ നാമത്തിലുള്ള കൂട്ടായ്മ കാണുമ്പോൾ, അതെല്ലാം നമ്മെ അനുസ്മരിക്കുന്നത് ഈ സന്ദേശമാണ്. പ്രിയപ്പെട്ടവരെ, അത് പ്രത്യേകമായി ക്രമീകരിക്കുന്ന പ്രാർത്ഥനാ ക്രമീകരണങ്ങളുണ്ട്. എന്നാൽ നാം കൂടി വന്ന് സുവിശേഷം കേൾക്കുമ്പോഴും സംഭവിക്കുന്നത്, കർത്താവിനെ ആ പുൽക്കൂട്ടിൽ കിടത്തിയ ഒരു ശിശുവിനെ നിങ്ങൾ കാണുമെന്ന് പറഞ്ഞതുപോലെ നാം യേശുവിനെ കാണുന്ന രംഗങ്ങളാണ് ഓരോ കുരിശുകളും, ഓരോ പ്രാർത്ഥനകളും, ഓരോ ദേവാലയങ്ങളും, നമ്മുടെ ഓരോ ദിവസത്തെയും കൂടിവരവുകളെന്ന് നിങ്ങൾ ഓർത്തുകൊള്ളുക. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നാം കൂടി വരുന്നത് യേശുവിന്റെ നാമത്തിലാണ്. യേശു ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത് കൊണ്ടാണ് നാം കൂടി വരുന്നത്. അതുകൊണ്ട് ഓരോ കൂടിവരവുകളും നമുക്ക് നൽകുന്ന ഉറപ്പ് എന്ന് പറയുന്നത് ഉയർപ്പ് മാത്രമല്ല, അല്ലെങ്കിൽ ജനനം മാത്രമല്ല, ക്രൂശുമരണം, ഉയർപ്പ്, സ്വർഗാരോഹണം എല്ലാമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളങ്ങളിൽ യേശുവിനെ കാണുവാനുള്ള ഒരു വലിയ അനുഭവങ്ങളാണ് ഓരോ ദിവസത്തെയും പ്രാർത്ഥനാ യോഗം എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തുതി. അപ്പൊ കർത്താവിനെ നാം ഇവരോട് പറയാണ്, നിങ്ങൾ ശീലകൾ ചുറ്റിയ ഒരു ശിശുവിനെ അവിടെ കാണുമെന്ന് പറയുന്നത് പോലെ നാം കർത്താവിനെ കാണുന്നത് കൊണ്ട് ആ സന്തോഷം നമ്മിൽ വർദ്ധിതമായി വരികയാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ എന്റെ സമാധാനം തന്നേച്ചു പോകുന്നു, ലോകം തരുന്നത് പോലെയല്ല ഞാൻ തരുന്ന സമാധാനം ലോകത്ത് കിട്ടുകയില്ല. ഫിലിപ്പിയ ലേഖനം ആവർത്തിച്ചു പറയുന്നു, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ജീവിതങ്ങളിൽ വന്ന് നിറയുന്നു എന്ന്. പ്രിയപ്പെട്ടവരായ ദൈവമക്കളെ, കർത്താവ് ഒരു അത്ഭുതമാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും കർത്താവിനെ വ്യക്തിപരമായി രുചിച്ചറിയുവാൻ നമുക്ക് സാധ്യമാകുന്നില്ല. എന്നാൽ 2025 നമ്മുടെ മനസ്സിൽ അടിവരയിട്ട് എഴുതി വെക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ കുടിവരവുകളെല്ലാം ശീല ചുറ്റി ആ കിടക്കുന്ന കുഞ്ഞിനെ അവരോട് കാണുവാൻ ആവശ്യപ്പെട്ടതുപോലെ തമ്പുരാനെ കാണുന്ന നിമിഷങ്ങളാണെന്ന് കണ്ട് ധ്യാനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകുന്നു. അതുപോലെ ആദ്യം പറഞ്ഞതുപോലെ സ്വർഗീയ ദൂതന്മാരുമായി ഒരുമിച്ച് പാടി സ്തുതിക്കുവാൻ കൂടെ നമുക്ക് ഭാഗ്യം സ്തുതിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അത് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന സമാധാനവും സന്തോഷവും ദൈവകൃപയും അനേക ആളുകളിലേക്ക് പകർന്നു കൊടുക്കാൻ കൂടെ ദൈവം നമ്മെ ഉപയോഗിക്കും. നമ്മുടെ ജീവിതം അനുഗ്രഹമാകുമ്പോൾ, നമ്മുടെ ജീവിതം സന്തോഷമാകുമ്പോൾ, നമ്മുടെ ജീവിതം പൈശാചിക ബന്ധങ്ങളിൽ നിന്നെല്ലാം സ്വതന്ത്രമാകുമ്പോൾ, ദൈവം തരുന്ന സമാധാനവും സന്തോഷവും നാം അനുഭവിക്കുമ്പോൾ ദൈവമക്കളെ, നാം ക്രിസ്തുവിന്റെ സാക്ഷികളായി, ഹല്ലേലൂയ, ഈ വലിയ സന്ദേശത്തെ മറ്റുള്ളവരോട് പറയുന്നവരായി, പകർന്നു കൊടുക്കുന്ന
കൊടുക്കുന്നവരായി, പ്രസംഗിച്ചില്ലെങ്കിൽ പോലും ജീവിതത്തിന്റെ പ്രവൃത്തി കൊണ്ട് നാം അത് സാധ്യമാകുന്നു. ദൈവത്തിന് കോടാനുകോടി സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. കർത്താവേ നിനക്ക് മഹത്വം, കർത്താവേ നിനക്ക് സ്തുതി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരായ ദൈവമക്കളെ, നമ്മുടെ ഉള്ളങ്ങളിൽ വലിയ കൊതിയും വലിയ ആഗ്രഹവും വലിയ ആശയും ഇന്നുണ്ടാകട്ടെ, ഈ സന്തോഷം നിറയുവാനായിട്ട്. നോക്കൂ, പരിശുദ്ധാത്മാവിന്റെ നിറവിനെ കുറിച്ച് അല്ലെങ്കിൽ ദൈവരാജ്യത്തെ കുറിച്ച് പറയുന്ന വാക്കുണ്ട്. ദൈവരാജ്യം എന്ന് പറയുന്ന പ്രിയപ്പെട്ടവരെ ഭക്ഷണമോ പാനീയവുമല്ല, പരിശുദ്ധാത്മാവിൽ സമാധാനവും സന്തോഷവുമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നാം ദൈവരാജ്യ അനുഭവത്തിലൂടെ പ്രവേശിക്കുകയാണ്. അവിടെയാണ് സന്തോഷത്തിന്റെ അനുഭവം ഉണ്ടാകുന്നത്. എലിയാവ് സറാഫത്തിലെ വിധവയുടെ വീട്ടിലേക്ക് ചെന്നപ്പോൾ അവിടെ മരണത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരമ്മയും മകനുമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഏലിയാവിന്റെ സാന്നിധ്യം അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷയും പ്രത്യാശയും കൊടുത്ത് ആ സന്തോഷത്തിന് മഹാസന്തോഷത്തിന് ഇടവരുത്തുകയാണ്. അതുപോലെ തന്നെയാണ് ദൈവമക്കളെ, ഇന്ന് രാത്രിയുടെ യാമം ക്രിസ്മസിന്റെ സന്തോഷം എനിക്ക് വേണമേ എന്ന് പറയുമ്പോൾ നമ്മുടെ ദുഃഖമുള്ള സങ്കടമുള്ള മേഖലകളിൽ വലിയ സമാധാനവും സന്തോഷവും പുതിയ ജീവിതവും പുതിയ അനുഭവം ഉണ്ടാകുകയാണ്. ആ ദൈവരാജ്യത്തിന്റെ അനുഭവവും ഭക്ഷണവും പാനീയവുമല്ല, പരിശുദ്ധാത്മാവിന് സമാധാനം സന്തോഷവുമാണെന്ന് പറഞ്ഞില്ലേ? ആ ഒരു പരിശുദ്ധാത്മാവിന് നിറവും സന്തോഷവുമാണ് ആ സറാഫത്തിലെ വീധവയുടെ വീട്ടിൽ അന്നുണ്ടായിരുന്നത്. സക്കായിയുടെ വീട്ടിലേക്ക് യേശു ചെല്ലുമ്പോഴും ആ വീട്ടിലുണ്ടായത് അത് തന്നെയാണ്. ലാസറിന്റെ വീട്ടിലേക്ക് യേശു ചെല്ലുമ്പോഴും അവിടെ ഉണ്ടായതും അത് തന്നെയാണ്. മരിച്ചുപോയ കുഞ്ഞിന്റെ ശവമഞ്ചത്തോട് ചേർന്ന് നടന്ന സ്ത്രീയെ അനുഗ്രഹിച്ച് കുഞ്ഞിനെ തിരിച്ചു കൊടുത്തപ്പോഴും അവിടെ ഉണ്ടായതും അത് തന്നെയാണ്. ഈ ആളുകൾക്ക് ഭക്ഷിക്കാൻ എന്തെങ്കിലും കൊടുക്കണമെന്ന് പറഞ്ഞ് 55,000 പേർക്ക് വീതിച്ചു കൊടുത്തപ്പോഴും അവിടെ ഉണ്ടായത് അത് തന്നെയാണ്. ഭയത്തോടെ നിലവിളിച്ച ശിശു സമൂഹത്തെ ആശ്വസിപ്പിച്ച രംഗങ്ങളിലെല്ലാം ഉണ്ടായത് മഹാസന്തോഷമാണ്. ഞങ്ങളുടെ രക്ഷിതാവ്, ഞങ്ങളെ കരുതുന്നവൻ, ഞങ്ങളെ പരിപാലിക്കുന്നവൻ, ഞങ്ങൾക്കായി ജീവിതം സമർപ്പിച്ചവൻ. പ്രിയപ്പെട്ടവരെ, മഹാസന്തോഷം നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രാർത്ഥനാ യോഗത്തിൽ മാത്രം ഒതുങ്ങുന്നതാകാതിരിക്കട്ടെ. ജീവിതത്തിന്റെ ഓരോ മേഖലകളിലേക്കും തുടരുന്ന അനുഭവം വന്നു ചേരട്ടെ. നിശ്ചയമായും സ്വർഗ്ഗസ്ഥനായ ദൈവം നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുന്ന ഒരു ദിവസമാണ്. ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, നിങ്ങളിനോടൊപ്പം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്മസ് നമ്മുടെ ജീവിതത്തിന് പുതിയ സമാധാനവും സന്തോഷവും നൽകുന്നതാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മോടുകൂടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ഞങ്ങൾ ചേർന്ന് വന്ന കർത്താവേ, അങ്ങയുടെ മുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുമ്പോൾ വലിയ സന്തോഷം ഇപ്പോൾ ഞങ്ങളുടെ ഭവനങ്ങളിൽ നിറയട്ടെ. സകല പൈശാചിക ബാധകളും ബന്ധനങ്ങളും കെട്ടുകളും ശാപങ്ങളും യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ അഴിഞ്ഞു പോകട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അഴിഞ്ഞു പോകട്ടെ. ഞങ്ങൾ ശുദ്ധിയുള്ളവരും അനുഗ്രഹിക്കപ്പെട്ടവരും സമാധാനമുള്ളവരും സന്തോഷമുള്ളവരുമായി മാറുവാൻ ദൈവമേ, നിന്റെ കരം ഞങ്ങളുടെ മേൽ ചേർത്ത് വെക്കണമേ. ഒരു സ്ഥലത്തും തോറ്റുപോകാതെ, ഒരു മേഖലയിലും പതറിപ്പോകാതെ, ഒരു വഴിയിലും ഇടറിപ്പോകാതെ ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്നവരായി, കൃപയുള്ളവരായി, ഐശ്വര്യമുള്ളവരായി, തേജസ്സുള്ളവരായി, അനുഗ്രഹമുള്ളവരായി, ദൈവകൃപയുള്ളവരായി ഞങ്ങൾ രൂപാന്തരപ്പെടണമേ. ഞങ്ങൾക്കൊരു ക്രൈസ്തവ ജീവിതം നയിക്കാൻ നീ ഞങ്ങൾക്ക് ഏറിയ അനുഭവങ്ങളെ നൽകണമേ. ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്ന സങ്കടങ്ങളും സന്തോഷങ്ങളും, ഞങ്ങൾ അനുഭവിക്കുന്ന സങ്കടങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും സന്തോഷമായി മാറുവാൻ ഈ ക്രിസ്മസ് ഞങ്ങൾക്ക് അനുഗ്രഹമാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വേദനയിരിക്കുന്നവർക്ക് ആശ്വാസത്തിന്റെ പെരുന്നാളായി ഈ ക്രിസ്മസ് മാറുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവനുമുള്ള ആളുകൾ പ്രാർത്ഥനയുടെ മധ്യേ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവം ബലഹീനരും പാപികളും കുറവുള്ളവരുമായ ഞങ്ങൾ അങ്ങയുടെ സ്തുതിച്ചു പറയുന്നു. അങ്ങയുടെ തിരുരക്തം കൊണ്ട് ഞങ്ങളെ കഴുകുകയും ഞങ്ങളെ ശുദ്ധി ചെയ്യുകയും ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. യേശുവിന്റെ വിലയേറിയ രക്തത്താൽ ഞങ്ങൾ സൗഖ്യമുള്ളവരും വിടുതലുള്ളവരും അനുഗ്രഹിക്കപ്പെട്ടവരുമായി ഇപ്പോൾ രൂപാന്തരപ്പെടുവാൻ സംഗതിയാകട്ടെ. പിതാവായ ദൈവമേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പുത്രനായ ദൈവമേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കർത്താവേ, ഈ ശുശ്രൂഷയിൽ ഓഫറിംഗ് സമർപ്പിക്കുന്ന സകലരെ യേശുവിന്റെ രക്തത്തിൽ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളും യേശുവിന്റെ രക്തത്തിൽ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് ഞങ്ങൾ അനുഗ്രഹിച്ചു ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമീൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിശുദ്ധ സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ.
ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനെ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളതാവുന്നു. ആമീൻ. കൃപ നിറഞ്ഞു മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളെ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ കർത്താവായ മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ദൈവമാതാവായ വിശുദ്ധ കന്യകമർത്തോറിയ തമ്പുരാനെപ്പറ്റി അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും സമയത്തു ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ. കർത്താവിൽ സ്നേഹമുള്ളവരും പ്രിയപ്പെട്ടവരുമേ, എല്ലാവരോടുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. നാളെ വൈകുന്നേരം 8:30 മണിക്ക് ഒരുമിച്ച് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിരുന്നാം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും ക്രിസ്മസിന്റെ ആശംസകൾ പ്രാർത്ഥനയോടെ നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമീൻ.